ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. ഇപ്പോൾ നമ്മുടെ HSC ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നേരത്തെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ മറ്റ് അസിസ്റ്റൻസുകളോ PDF മെറ്റീരിയൽസോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് കടക്കാം. വാലൻസ് ബോണ്ട് തിയറി പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ ചോദ്യങ്ങൾ കാണിച്ചിരുന്നു. ഇത് കഴിഞ്ഞ HSA എക്സാമിന് 2016 ചോദിച്ച ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 79ഉം 80ഉം ആണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഭാഗമാണ്. നമുക്ക് ആ ടോപ്പിക് എത്തുമ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തരാം. നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സിലേക്ക് കടക്കാം. ഇപ്പോൾ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹൈറ്റ്ലറും ലണ്ടനും ചേർന്നിട്ടാണ്. പിന്നെ അതിനെ മോഡിഫൈ ചെയ്ത് ആരാണെന്ന് വെച്ചാൽ ലീനസ് പോളിംഗ് ആണ്. അങ്ങനെ ഹൈറ്റ്ലറും ലണ്ടനും ചേർന്ന് അവതരിപ്പിച്ച ഈ വാലൻസ് ബോണ്ട് തിയറിനെ നമ്മുടെ ലീനസ് പോളിംഗ് അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞ വാലൻസ് ബോണ്ട് തിയറിയുടെ ബേസിക് ഐഡിയ എന്ന് ഞാനൊന്ന് വിശദമാക്കി തരാം. ഇപ്പോൾ അതിനാണ് ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. എന്താണ് വാലൻസ് ബോണ്ട് തിയറി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ കൺസിഡർ ചെയ്യുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഇതാണ്. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കാം. വളരെ അകലെയാണ്. 2 ആറ്റങ്ങളുണ്ട്. വളരെ അകലെയാണ് 2 ആറ്റങ്ങളുള്ളത്. ഈ ആറ്റങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ആറ്റങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ആറ്റത്തിൻ്റെ ഉള്ളിൽ ഈ 2 ആറ്റങ്ങളുടെ ഇടയിൽ എന്ത് സംഭവിക്കും? ഈ 2 ആറ്റത്തിൻ്റെ ഇടയിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ന്യൂക്ലിയസ് ആണ് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് 2 ഹൈഡ്രജനെ ഇവിടെ നമുക്ക് A എന്നും B എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഇലക്ട്രോണുകളുണ്ട്. A എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ എയുടെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ടോ? B എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ B ഇലക്ട്രോണും അട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ അടുത്ത് വരുന്ന സമയത്ത്, വളരെ അകലെയാവുന്ന സമയത്ത് ഇവർ തമ്മിൽ ഈ ആറ്റവും തമ്മിൽ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും നടക്കുന്നില്ല. എന്നാൽ അവരിങ്ങനെ നമ്മളിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും റിപ്പൽ ചെയ്യും. ഇപ്പം ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും, ഇലക്ട്രോണും റിപ്പൽ ചെയ്യും. അതിൻ്റെ പുറമെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും കൂടി ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിനെ ഇതിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ നേരത്തെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഇതിൻ്റെ ന്യൂക്ലിയസിനെ ഇതിൻ്റെ ഇലക്ട്രോണും അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളും റിപ്പൾസീവ് ഫോഴ്സുകളും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. അതെങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കർവ് നമ്മളിങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുറയും. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ ഇനിയും ഒരു പരിധിൻ്റെ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അത് നമുക്കറിയാം, ഒരു പരിധി വരെ എന്ത് ചെയ്യും? ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ എന്ത് ചെയ്യും? ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു പരിധി വരെ നിൽക്കും. പക്ഷേ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് വളരെ കൂടും. അപ്പോൾ ഒരു പരിധിൻ്റെ അപ്പുറത്തേക്ക് അടുക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് എന്ത് ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി വളരെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെയും ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെയും വരുന്ന ഈ ഡിസ്റ്റൻസിൽ ഏറ്റവും പൊട്ടൻഷ്യൽ എനർജി കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ 2 ആറ്റങ്ങളും എന്ത് ചെയ്യും? മോളിക്യൂളായിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനായിരിക്കും നമ്മൾ എന്ത് വിളിക്കുക? ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അതായത് മോളിക്കുലർ 2 ആറ്റങ്ങൾ തമ്മിലുള്ള അകലം, ബോണ്ട് ലെങ്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വാലൻസ് ബോണ്ട് തിയറിയുടെ കൺസെപ്റ്റ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വലിയ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മളിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? വാലൻസ് ബോണ്ട് തിയറിയുടെ ആപ്ലിക്കേഷനിലേക്കാണ്. അതായത് വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഹൈബ്രിഡൈസേഷനാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഹൈബ്രിഡൈസേഷൻ, മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ പറ്റിയാണ്.
നമുക്ക് ഹൈബ്രിഡൈസേഷനെ പറ്റി വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ഹൈബ്രിഡൈസേഷനെ പറ്റി നമ്മൾ സംസാരിക്കണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഹൈബ്രിഡൈസേഷനെ പറ്റി നമുക്ക് സംസാരിക്കണം. ഒരു ഉദാഹരണത്തിന് നമുക്ക് CH4 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കാം. അപ്പോൾ CH4 എന്ന് പറയുന്ന മോളിക്യൂളിൽ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. എന്ന് പറഞ്ഞാൽ s2p2 വരും, s2p2. അപ്പം ഇതാണ് കാർബണിൻ്റെ, ഇത് 2s, ഇത് 2p. ഈ ഓർബിറ്റലുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 4 ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹസംയോജന ബന്ധനം എന്ന് പറയും. അപ്പോൾ ഈ കോവാലന്റ് ബോണ്ട് വരുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ, അതായത് നമ്മളിങ്ങനെ കാർബൺ, നമ്മളിങ്ങനെയാണ് CH4 എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ, ഒരു ഇലക്ട്രോൺ ഈ കാർബണിലും ഒരു ബോണ്ട് ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ എടുത്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം ഉണ്ടാക്കുക. ഒരു കാർബണിൻ്റെ ഒരു ഇലക്ട്രോണും ഒരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഉപയോഗിച്ചാണ് ബോണ്ട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, കാർബണിൻ്റെ മുകളിൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. ഇപ്പോൾ ഇവിടെ എത്രയാണ്, 2 അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാകണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയാവും. എന്നിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. അപ്പം ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 4 ഓർബിറ്റൽസ് ഉണ്ട്. ഈ 4 ഓർബിറ്റൽസും പുതിയ ഒരു എസ് ക്യാരക്ടറും പി ക്യാരക്ടറും, ഇത് എസ് ഓർബിറ്റലാണ്, ഇത് പി ഓർബിറ്റലാണ്, ഓൾമോസ്റ്റ് സിമിലർ എനർജിയാണ്. ഇങ്ങനെയുള്ള ഓർബിറ്റലുകൾ കൂടി ചേർന്നിട്ട് പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. അതിനൊക്കെ എന്താണ്, ഒരേ ഷേപ്പും ഒരേ എനർജി ആയിരിക്കും. അപ്പോൾ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇവിടെ 4ലും ഒരേ എനർജി ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, കാർബണിൻ്റെ ചുറ്റും 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, ഓരോന്നിലും എന്തുണ്ടാവും, ഓരോ ഇലക്ട്രോൺ ഉണ്ടാവും. ഇതാണ് ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലായിട്ട് ബോണ്ട് ഉണ്ടാക്കുക. ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റൽ ഓരോ ഇലക്ട്രോൺ ഉണ്ടാവും. ഇങ്ങനെയാണ് CH4 എന്ന് പറയുന്ന ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് സാധാരണ സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂളും കോർഡിനേഷൻ കോമ്പൗണ്ട്സും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിന് അതിൻ്റെ ലക്ഷ്യം വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ എന്താണ്, കോവാലൻ്റ് ബോണ്ടാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇവിടെ ഓരോ ആറ്റത്തിൻ്റെ മുകളിലും എത്ര ബോണ്ട് ഉണ്ടാക്കണോ അത്രയും അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം. ആ രീതിയിലാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടന്നത്. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അങ്ങനെയല്ല. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഈ ബോണ്ട് ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്. കോവാലൻ്റ് ബോണ്ടല്ല, അവിടെ കോർഡിനേറ്റ് ബോണ്ടാണ്. അവിടെ മെറ്റൽസിൻ്റെ ആണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയുക. മെറ്റൽ അവിടെ ഇലക്ട്രോൺസ് കൊടുക്കുന്നില്ല. മെറ്റൽ എന്താണ്, വാക്കൻ്റ് ഓർബിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള ഓർബിറ്റലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അതിൻ്റെ ലക്ഷ്യം വാക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ വരുന്ന സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസിലെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷനാണ്. നമുക്ക് NH3 മോളിക്യൂൾ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ NH3 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ NH3 മോളിക്യൂളാണ്. ഇപ്പോൾ NH3 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നൈട്രജനാണ് സെൻട്രൽ ആറ്റം. നൈട്രജൻ്റെ മുകളിൽ 1s2 2s2 2p3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ s2p3 ആണ് ഹൈബ്രിഡൈസേഷൻ. റെഡി. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇത് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. നേരത്തെ CH4 പോലെ ഒരു ഇലക്ട്രോൺ കൂടെ എക്സൈറ്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. അപ്പോൾ നൈട്രജൻ്റെ മുകളിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇവിടെ ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും, ബാക്കി എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഓരോ ഇലക്ട്രോണുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ത് ചെയ്യും, ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എത്ര വരിക, 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ബോണ്ട് ആംഗിൾ എത്രയാണ് വരിക. റെഡിയാണല്ലോ. ഇതാണ്
sp3 ഹൈബ്രിഡൈസേഷൻ ഓഫ് NH3. ഇനി വേറൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ വേറൊരു മോളിക്യൂളിൽ നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത്, എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. അത് നമുക്ക് ഞാൻ അടുത്ത മോളിക്യൂള് വാട്ടർ മോളിക്യൂൾ എടുക്കാം. വാട്ടർ മോളിക്യൂൾ ആണെങ്കിലും sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. s2p4 വരും. ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെയും എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിജൻ വരും. ഓക്സിജൻ്റെ മുകളിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കാം. നമുക്ക് ഓക്സിജൻ്റെ മുകളിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിൽ 2 എണ്ണത്തിൽ എന്തുണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതിൽ ഓരോ ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഈ ഓരോ ഇലക്ട്രോൺ ഉള്ളത് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം ബോണ്ട് ആംഗിൾ ഞാൻ നേരത്തെ NH3 പറഞ്ഞപ്പോഴും പറഞ്ഞു, പ്യുവർ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ടെട്രാഹൈഡ്രൽ ആണ് എങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 109 ഡിഗ്രി 28 മിനിറ്റ് വരിക. ഇവിടെ എന്താണ്? NH3യുടെ കേസിലാണെങ്കിലും എന്താണ് വരുന്നത്? നമ്മൾ പിരമിഡിലാണ് വരുന്നത്. ഓക്കെ, പിരമിഡിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇവിടെ ഒരു ലോൺ പെയർ വരുന്നുണ്ട്. ഇപ്പോൾ CH4ൻ്റെ കേസിലാണെങ്കിലാണ് ഞാനിപ്പോൾ പറഞ്ഞ CH4 ആണെങ്കിൽ ഇത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷേ ഈ പിരമിഡലായിട്ടുള്ള അമോണിയ പോലത്തെ സ്പീഷീസ് വരുമ്പോൾ ഇവിടെ ലോൺ പെയർ വരും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വരിക? ലോൺ പെയർ റിപ്പൽഷനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പം ലോൺ പെയർ റിപ്പൽഷനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ബോണ്ട് പെയർ റിപ്പൽഷൻ വരും. പിന്നെ എന്താ വരിക? ബോണ്ട് പെയർ റിപ്പൽഷൻ വരും. അപ്പം ലോൺ പെയേഴ്സ് വരുന്ന സമയത്ത് സംഭവിക്കും, അത് റിപ്പൽഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടി അടുത്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഈ കേസിൽ അമോണിയയുടെ കേസിൽ 109 ഡിഗ്രി ഉണ്ടാവില്ല, അതിലും കുറവായിരിക്കും. വാട്ടറിൻ്റെ കേസിൽ എന്ത് ചെയ്യും? 2 ലോൺ പെയർ ഉണ്ട്, അതിലും കുറവായിരിക്കും. ഇപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നല്ലോണം കുറവായിരിക്കും. CH4ൻ്റെ കേസിൽ അതെന്തായിരിക്കും? 109 ഡിഗ്രി ആയിരിക്കും. അമോണിയയുടെ കേസിൽ അതിലും കുറവായിരിക്കും. വാട്ടറിൻ്റെ കേസിൽ അതിലും കുറവായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ ബോണ്ട് ആംഗിളിനെ പറ്റി ചിന്തിക്കേണ്ടത്. റെഡിയല്ലേ? ഇനിയിപ്പം ഞാനിപ്പം അമോണിയയുടെ കേസിൽ അതിൻ്റെ ടെട്രാഹൈഡ്രലാണ് sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞു. CH4ൻ്റെ കേസിൽ ടെട്രാഹൈഡ്രലാണ് sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞു. വാട്ടറിൻ്റെ കേസിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു മോളിക്യൂൾ കണ്ടാൽ അതിൻ്റെ അകത്ത് ഹൈബ്രിഡൈസേഷൻ ഇന്നതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വഴി എന്താണെന്ന് വെച്ചാൽ, ഞാൻ VSEPR തിയറി ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. ഇപ്പോൾ VSEPR തിയറി വെച്ചിട്ട് ജോമെട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം അമോണിയയുടെ CH4ൻ്റെ ജോമെട്രി എന്താ? CH4 എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ മുകളിൽ 4 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? ഇപ്പോൾ നമ്മൾ ജോമെട്രി പറഞ്ഞത് കാർബണിൻ്റെ മുകളിൽ 4 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ 4 ഇലക്ട്രോൺ, 4 ബോണ്ട് പെയർ ഉണ്ട്. H ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട് ജോമെട്രി കണ്ടുപിടിച്ചത്. അപ്പം 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ ആണ്. ജോമെട്രി എന്താ വരിക? ടെട്രാഹൈഡ്രൽ വരും. ഇനി NH3യുടെ കേസിലാണെങ്കിൽ എന്താ വരിക? NH3യുടെ കേസിൽ നൈട്രജൻ്റെ മുകളിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3 ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ എത്ര ഉണ്ടാവുക? 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ. അപ്പോൾ ജോമെട്രി എന്താണ്? ടെട്രാഹൈഡ്രൽ തന്നെയാണ്. ഇനി വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്താ വരിക? വാട്ടറിൻ്റെ കേസിൽ ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ്റെ മുകളിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 2 എന്താണ്? ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? അപ്പം 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ്. അപ്പോഴും ജോമെട്രി എന്താണ്? ടെട്രാഹൈഡ്രൽ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള കണ്ടുപിടിക്കാൻ ഐഡിയ ജോമെട്രി കണ്ടുപിടിക്കുക. ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. ഇത്രയുള്ള പരിപാടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോമെട്രി ടെട്രാഹൈഡ്രൽ ആണോ നോക്കുക. ജോമെട്രി ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. വളരെ എളുപ്പം. ഓക്കെ, അപ്പോൾ
sp3 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന വേറെ കുറേ മോളിക്കൂളാണിത്. ഇതിൻ്റെയൊക്കെ ജോമെട്രി നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും ജോമെട്രി ടെട്രഹൈഡ്രലാണ് വരിക. റെഡി അല്ലേ? കുറേ മോളിക്കൂൾ 12 എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഇതിൻ്റെ അകത്ത് എല്ലാം എന്താണ് വരുന്നത്? ജോമെട്രി ടെട്രഹൈഡ്രലാണ് വരുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അടുത്ത നമുക്ക് sp3d ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് SF4 മോളിക്കൂളാണ്. SF4 മോളിക്കൂൾ എന്ന് പറയുമ്പോൾ സൾഫർ ആണ്. എന്താണ്? S2p4 ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് വരിക. അപ്പോൾ നമുക്ക് എന്താ വരിക? sp വരും അല്ലേ? അപ്പം ഇവിടെ എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 4 ഇലക്ട്രോൺ, ഡിയിൽ 0 ഇലക്ട്രോൺ, ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സൾഫർ 4 ആറ്റങ്ങളായിട്ടാണ് അറ്റാച്ച് ഇരിക്കുന്നത്. 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ആവശ്യമുണ്ട്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ പിയിൽ നിന്ന് ഡിയിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ എസിൽ 2, പിയിൽ 3, ഡിയിൽ 1 വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടക്കും. sp3d ഹൈബ്രിഡൈസേഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 അൺപെയ്ഡ് ഇലക്ട്രോണായി. ഇനി sp3d ഹൈബ്രിഡൈസേഷൻ നടന്നാൽ എന്താ വരിക? നമുക്ക് ജോമെട്രി എന്താ നോക്കാം. SF4ൻ്റെ ജോമെട്രി എന്താ വരിക? സൾഫർ ആണ്. സൾഫറിൻ്റെ മുകളിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? അതിൽ ഫ്ലൂറിൻ, 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 ഫ്ലൂറിൻ. അപ്പം 4 ബോണ്ട് പെയറും പ്ലസ് 1 ലോൺ പെയർ. ട്രൈഗണൽ ബൈപിരമിഡിലാണ് വരിക. ഇപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറയുമ്പോൾ സൾഫർ വരും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും അല്ലേ? ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ ഇത് ലോൺ പെയർ ആവും. ബാക്കി എല്ലാത്തിലും എന്തുണ്ടാവും? ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെയൊക്കെ ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഓരോ ഇലക്ട്രോൺസ് ഉള്ളതൊക്കെ എന്ത് ചെയ്യും? ഫ്ലൂറിനായിട്ട് ബോണ്ട് ആക്കും, ഫ്ലൂറിനായിട്ട് ബോണ്ട് ആക്കും, ഫ്ലൂറിനായിട്ട് ബോണ്ട് ആക്കും, ഇവിടെയും ഫ്ലൂറിനായിട്ട് ബോണ്ട് ആക്കും. ഒരു ലോൺ പെയർ ഉണ്ടാവും. ഇങ്ങനെയാണ് വരിക. റെഡി? അപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡിലാണ് ജോമെട്രി എങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3d ആയിരിക്കും. റെഡി? അതാണ് ഓർത്തിരിക്കേണ്ട പോയിന്റ്. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp3d ആണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്താൽ മതി? മോളിക്കുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ മോളിക്കുള്ളിലെ ജോമെട്രി എന്താ നോക്കുക. ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡിലാണ് എങ്കിൽ അതെന്തായിരിക്കും? sp3d ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പോലെ കുറേ എക്സാമ്പിൾസ് കാണിച്ചു തരാം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് ഈ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? sp3d ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന മോളിക്യൂൾസ് ആണ്. അടുത്ത നമുക്ക് sp3d2 ഹൈബ്രിഡൈസേഷൻ നോക്കാം. sp3d2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന BrF5 എന്ന് പറയുന്ന മോളിക്യൂളാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബ്രോമിനാണ്. ബ്രോമിൻ്റെ മുകളിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? s2p5 വരും അല്ലേ? s2p5. ഇപ്പോൾ ഇപ്പുറത്ത് ഡി ഉണ്ടാവും. ഇനി ഇവിടെ നമുക്കറിയാം ബ്രോമിൻ്റെ ചുറ്റും 5 ആറ്റങ്ങളുണ്ട്. അപ്പോൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇതും ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യണം, ഇതും വേണം അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. പിന്ന് 2 ഇലക്ട്രോൺസ് ഇങ്ങനെ എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് വരും? sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഓക്കെ, sp3d2 ഹൈബ്രിഡൈസേഷൻ നടന്നാൽ എന്താ വരിക? നമുക്കറിയാം ഇതിലിപ്പം 5 ഇലക്ട്രോൺസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, 1 പെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ വരിക? ജോമെട്രി എന്താ വരിക? ബ്രോമിനാണ്. നമുക്കറിയാം sp3d2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒക്ടാഹൈഡ്രലാണ് ജോമെട്രി വരിക. അപ്പോൾ നമുക്ക് ബ്രോമിൻ ഇങ്ങനെ ഉണ്ടാവും. ബ്രോമിൻ്റെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഇങ്ങനെ വരും. അതിൽ ഇത് ലോൺ പെയർ ആവും. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും, ബാക്കി എല്ലാത്തിലും എന്താണ്? ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാവും.
ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഓരോ ഇലക്ട്രോണിലൊക്കെ എന്ത് ചെയ്യും? ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കും. റെഡി. ഫ്ലൂറിൻ്റെ പി ഓർബിറ്റിലാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ചു എന്നുള്ള ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഫ്ലൂറിൻ്റെ പി ഓർബിറ്റിലായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ജോമെട്രി എന്താ വരിക? ഒക്ടാഹെഡ്രലാണ് വരിക. ഷേപ്പ് സ്ക്വയർ പിരമിഡിൽ വരും. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? sp3d2. ഇപ്പോൾ ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ sp3d2, ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡിലാണ് sp3d, ജോമെട്രി ടെട്രാഹെഡ്രൽ ആണെങ്കിൽ sp3. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, ജോമെട്രിയാണ് ഞാൻ പറഞ്ഞത്, ഷേപ്പ് അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണിത്. ഇതേപോലെ നേരത്തെ പോലെ തന്നെ 11 എക്സാമ്പിൾസ് ഇതിനുണ്ട്. ഈ മോളിക്യൂൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇനി നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ എങ്ങനെ പറയാൻ നോക്കാം. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ CH2 പോലുള്ള മോളിക്യൂൾസ്, CH2 ഡബിൾ ബോണ്ട് CH2 പോലുള്ള മോളിക്യൂൾസിൽ നമ്മൾ എന്താണ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് പറയുക. അതെങ്ങനെയാണ് പറയുക? ഇപ്പോൾ കാർബൺ ആണ്, നമുക്കറിയാം കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. അപ്പോൾ ഇവിടെ s2p2 ആണ്. ഇനി എന്ത് സംഭവിക്കുക? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കൂടെ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ sp3ക്ക് പകരം ഇവിടെ എന്താണ് നടക്കുക? sp2 ഹൈബ്രിഡൈസേഷൻ നടക്കുക. sp2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പ്ലാനാർ ആണ്. അപ്പം എങ്ങനെ വരിക? ഒരു കാർബൺ ഉണ്ടാവും, അതിന് ചുറ്റും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിൽ എന്താണ്? ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ടാവും. ഓക്കെ. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്തൊരു പി ഓർബിറ്റൽ ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവും. അതേപോലെ ഇപ്പുറത്ത് അടുത്ത കാർബൺ ഉണ്ടാവും, ഇതിൻ്റെ മുകളിലും എന്താണ്? ഇതേപോലെ തന്നെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും, ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, ഇലക്ട്രോൺ ഉള്ള ഒരു ഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് സിഗ്മ ബോണ്ടാക്കും, ഇവിടെ 2 ഹൈഡ്രജനായിട്ട് ബോണ്ടാക്കും, ഇത് 2 ഹൈഡ്രജനായിട്ട് ബോണ്ടാക്കും, ഇതും ഹൈഡ്രജനായിട്ട് ബോണ്ടാക്കും, ഇവിടെയും ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവർ തമ്മിൽ എന്തുണ്ടാക്കും? പൈ ബോണ്ടാക്കും. ഇത് സിഗ്മ ബോണ്ടാണ്, ഇത് പൈ ബോണ്ടാണ്. ഇങ്ങനെയാണ് CH2 ഡബിൾ ബോണ്ട് CH2ൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അടുത്ത് നമുക്ക് പറയാനുള്ളത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന മോളിക്യൂളിൽ അതെങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ മതി. ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ, അത് നിങ്ങളൊന്ന് സ്വന്തം ചെയ്തു നോക്കിയാൽ മതി. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഹൈബ്രിഡൈസേഷൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ബോണ്ടിങ് എന്ന് പറയുന്നത് കോവലന്റ് ബോണ്ട് പോലെയല്ല. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ആണ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഇലക്ട്രോൺ കൊടുക്കുക. മെറ്റൽസ് ഇവിടെ എന്താണ്? ഓർബിറ്റൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അതും വാക്കൻ്റ് ഓർബിറ്റൽസ് ആണ്. അപ്പം വാക്കൻ്റ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നടന്നത്. അതേപോലെയല്ല ഈ കേസിൽ, ഇവിടെ വാക്കൻ്റ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളെന്താ പറയുക, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് ആകെ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രധാനമായിട്ടും ഈ 3 സ്പീഷീസാണ് ഉണ്ടാവുക: ടെട്രാഹൈഡ്രൽ, ഒക്ടാഹൈഡ്രൽ, സ്ക്വയർ പ്ലാനാർ. ഇതിൻ്റെ 3ൻ്റെ ഹൈബ്രിഡൈസേഷനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. ആദ്യം നമുക്ക് ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ NiCl4 × 2- എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ടെട്രാഹൈഡ്രൽ ആവുന്നത്, ഏതാണ് സ്ക്വയർ പ്ലാനാർ നോക്കുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് ടെട്രാഹൈഡ്രൽ മോളിക്യൂളാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ പറയാം? നമുക്ക് നിക്കലാണ്. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ അറിഞ്ഞിരിക്കണം. ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുന്നതിന് മുമ്പേ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം. അപ്പോൾ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ഇവിടെ നിക്കലാണ്. ക്ലോറിന് ഒരു മൈനസ് ചാർജ് ഉണ്ട്, -1 ആണ് ക്ലോറിൻ്റെ ചാർജ്. അപ്പോൾ 4 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ എത്ര വരും? × 4 വരും. അപ്പോൾ -4 ആണ് ക്ലോറിൻ്റെ ചാർജ്. ഇവിടെ -2 ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കും? നിക്കൽ +2 ആകുമ്പോഴല്ലേ ഇത് -2 വരും. അപ്പോൾ നിക്കൽ എന്താണ്? ഇവിടെ നിക്കൽ ഈസ് ഇൻ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. നിക്കൽ എന്ന് പറയുന്നത് D8 ആണ്. അപ്പം നിക്കൽ
സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ S2D8 ആണ്. ഇപ്പം നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് വരും? S0D8. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ 2 ഇലക്ട്രോൺ ഇവിടുന്ന് മിസ് ആവുന്നുണ്ട്. ആ ഇലക്ട്രോൺ എവിടെ നിന്നാണ് പോകേണ്ടത്? S എന്നാണ് പോകേണ്ടത്, ഡിയിലല്ല, S എന്നാണ് ഇലക്ട്രോൺ പോവുക. അത് ഓർത്തിരിക്കുക. അപ്പോൾ S0D8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുക? ഇത് 3D, ഇത് 4s, ഇത് 4p. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. 2, 8 ഇലക്ട്രോൺ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഡി ഓർബിറ്റിലെ ഇലക്ട്രോൺ അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിന് റീഅറേഞ്ച്മെന്റ് ഒന്നും നടത്താതെ എസും പിയും ഹൈബ്രിഡൈസേഷൻ പങ്കെടുത്താൽ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഇങ്ങനെയാണ് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുക. അപ്പോൾ ഈ മോളിക്യൂളിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുക. ഈ പുറത്തുള്ള ഔട്ടർ പോസ്റ്റ് ഓർബിറ്റിലുള്ള പി ഓർബിറ്റിലും എസ് ഓർബിറ്റിലും തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുക. ഇങ്ങനെ sp3 ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടാണ് ഈ മോളിക്യൂളിൻ്റെ NiCl4 ടൈംസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ വരിക? 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇപ്പോൾ ഷേപ്പ് ടെട്രാഹൈഡ്രലാണ്. അപ്പോൾ ഷേപ്പ് ടെട്രാഹൈഡ്രലാണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇതാണ് NiCl4 ടൈംസ് എന്ന് പറയുന്ന മോളിക്യൂൾ സ്ഥിതി. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഡൗട്ടുകളൊക്കെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഇത് അതേപോലെ തന്നെ NiCN4 ടൈംസ് 2- എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? നിക്കലിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്? നിക്കലിൻ്റെ ഓക്സിഡേഷൻ CN എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 × 4 എന്ന് പറയുമ്പോൾ -4 വരണം. അപ്പോൾ എന്താണ്? ഇവിടെ -2 ഉണ്ടാകുമ്പോൾ ഇത് +2 ആയിരിക്കും. അപ്പോൾ നിക്കൽ എന്താണ്? നേരത്തെ പോലെ തന്നെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എങ്കിൽ S0D8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. നേരത്തെ നമ്മൾ എടുത്ത പോലെ D8 എടുക്കുക. ഇപ്പോൾ 3D, 4s, 4p എടുക്കുക. ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോങ് CN എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നാൽ എന്താ സംഭവിക്കുക? സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കണം. സ്ട്രോങ് ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്പെക്ട്രോകെമിക്കൽ സീരീസ് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എന്താ പറയുക, സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പം നിങ്ങൾ പഠിക്കുക. ഇനി ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ആണ് CN എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഉള്ളിലത്തെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. നേരത്തെ ക്ലോറിൻ ആയിരുന്നു. ക്ലോറിൻ വീക്ക് ആയതുകൊണ്ട് പുറത്തെ ഓർബിറ്റാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഇന്നർ ഡി ഓർബിറ്റിൽ പങ്കെടുക്കും. ഇതാണ് ഐഡിയ. അപ്പോൾ ഇന്നർ ഡി ഓർബിറ്റിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഇങ്ങോട്ട് വരണം. എന്ത് ചെയ്യൂ? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കും. അപ്പോൾ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്താ വരിക? DsP2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ മോളിക്യൂള് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഇവിടെ നോക്കിയോ, ഇലക്ട്രോൺസ് എല്ലാം പേഡ് അല്ലേ? ഷേപ്പ് sp2 ആണ്. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ആണ്. ഹൈബ്രിഡൈസേഷൻ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. മൂന്നാമത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇലക്ട്രോൺ എല്ലാം പേഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഡയമാഗ്നറ്റിക് ആയിരിക്കും. ഇങ്ങനെയാണ് വരിക. അടുത്ത നമുക്ക് ഒക്ടഹൈഡ്രൽ കോംപ്ലക്സുകൾ നോക്കാം. ഒക്ടഹൈഡ്രൽ കോംപ്ലക്സുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ഉണ്ട്. ഇപ്പോൾ ഒക്ടഹൈഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ 2 രീതിയിൽ ഹൈബ്രിഡൈസേഷൻ വരാം. sp3d2 വരാം, d2 sp3 ഹൈബ്രിഡൈസേഷൻ വരാം. അപ്പോൾ sp3d2 എന്ന് പറഞ്ഞാൽ പുറത്തെ ഡി ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത്, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. d2 sp3 ആണെങ്കിൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. എപ്പോഴാണ് ഇത് ഉണ്ടാവുക?
ഇത് വീക്ക് ലിഗാൻഡ് ആണ് എങ്കിൽ എന്താണ് sp3d2 ഉണ്ടാവുക. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഇന്നർ ഓർബിറ്റിലാണ് പങ്കെടുക്കുക. d2sp3 ഇങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. ഇത് വീക്ക് ലിഗാൻഡ് ആണോ സ്ട്രോങ് ലിഗാൻഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിന് സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് FeCl6 ടൈംസ് 4- എടുക്കാം. അപ്പോൾ ഇവിടെയും നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ Fe2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. Fe2+ ആണെങ്കിൽ എന്താ വരിക? S0d6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ഡിയിൽ 6 ഇലക്ട്രോൺ വേണം. ഡിയിൽ 6 ഇലക്ട്രോൺ, എസിൽ 0. ഓക്കെ, പി ഡി. അപ്പോൾ 3d 4s 4p 4d. ഇവിടെ ക്ലോറിനാണ്. ക്ലോറിൻ വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ ഉള്ളിലത്തെ ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കില്ല, പുറത്താണ് പങ്കെടുക്കുക. അപ്പോൾ എന്താ വരിക? sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കും. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ ഷേപ്പ് ഒക്ടാഹൈഡ്രൽ. രണ്ടാമത്തത് എന്താണ് വരിക? ഹൈബ്രിഡൈസേഷൻ എന്താണ് വന്നത്? ഹൈബ്രിഡൈസേഷൻ വന്നത് sp3d2 ഹൈബ്രിഡൈസേഷൻ. മൂന്നാമത്തെ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ? ഇലക്ട്രോൺസ് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക്. ഇത്രയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്. നമുക്കിടെ ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് നോക്കാം. അപ്പോൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന് ഞാൻ അടുത്ത എക്സാമ്പിൾ എടുക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ എന്താ വരിക? FeCN6 ടൈംസ് 4-. Fe എന്താണ്? Fe2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? നമ്മൾ നേരത്തെ കണ്ട പോലെ d6 ഇലക്ട്രോൺസ് വരും. S0 അല്ലേ? S0d6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പം d0 ഇത് 3d 4s 4p 4d വരും. റെഡി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? CN എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞത്? സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഉള്ളിലത്തെ ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതും ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതൊക്കെ പേഡാവും. എന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? d2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. d2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. ഇന്നർ ഓർബിറ്റിലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത്. അപ്പോൾ എന്താ വരിക? ഷേപ്പ് ഒക്ടാഹൈഡ്രൽ തന്നെ വരും അല്ലേ? d2sp3 ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. എന്താ വരിക? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയോ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാ ഇലക്ട്രോൺസും പേഡാണ്, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇത്രയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ് പഠിക്കാൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ബേസിൽ. റെഡി? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചോദ്യം ഞാൻ തുടക്കത്തിലേ കാണിച്ച ചോദ്യമാണ്. കഴിഞ്ഞ HSA എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കോംപ്ലക്സിലാണ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചറിലാണ് സ്ക്വയർ സ്ട്രക്ചറിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ ഡിയിൽ 6 ആണ് കൊടുത്തിരിക്കുന്നത്. 6 വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒക്ടാഹൈഡ്രൽ ആയിരിക്കും, അത് സ്ക്വയർ ആവില്ലല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി 4 വന്നിരിക്കുന്നത് എയും ബിയും സിയിലും 4 ആണ് ലിഗാൻഡ് എണ്ണം. അതായത് സ്ക്വയർ പ്ലാന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് NiCO4 ടൈംസ് എന്ന് പറയുന്ന മോളിക്കൂൾ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കാം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 3 മോളിക്കൂൾ. ഒന്ന് NiCO4 ടൈംസ്, രണ്ടാമത്തത് NiCl4 ടൈംസ് 2-, മൂന്നാമത്തത് NiCN4 ടൈംസ് 2-. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ NiCl4 ടൈംസ് CN4 ടൈംസ് ഞാൻ പറഞ്ഞു. NiCO4 ടൈംസ് ആണ് ഇനി പറയാനുള്ളത്. അതുകൂടി നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പം NiCO4 ടൈംസിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CO എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, ചാർജ് ഇല്ല. അപ്പം ഇവിടെ കോംപ്ലക്സിന് ചാർജ് ഇല്ല. അപ്പം നിക്കൽ എന്തായിരിക്കും വരിക? ഇവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ
നേരത്തെ നമ്മൾ കണ്ട രണ്ട് കേസിലും NiClന്റെ കേസിലാണെങ്കിലും NiCnന്റെ കേസിലാണെങ്കിലും നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. ഇവിടെ 0 ഓക്സിഡേഷൻ, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ S2D8 ആണ്. അപ്പം നമ്മൾ എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, P വാക്കൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് 3D4S4P. CO എന്ന് പറയുന്ന സ്ട്രോങ് ലിഗൻഡ് ആണ്, ഇന്നർ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എസിൽ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്താ വരിക, എസ് വാക്കൻ്റായി പിയിൽ ഇങ്ങനെ വരും. ഇപ്പം നോക്കൂ, ഇവിടെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ ഒരു സാധ്യതയില്ല, കാരണം എല്ലാ ഇലക്ട്രോൺസും പേഡാണ്. ഇവിടെ വാക്കൻ്റ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആകെ പോസിബിൾ ആയിട്ടുള്ള എന്താണ്, ഇവിടെ ആകെ പോസിബിൾ ആയിട്ടുള്ളത് sp3 ഹൈബ്രിഡൈസേഷൻ മാത്രമാണ്. sp3 ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ടെട്രാഹൈഡ്രലായിരിക്കും. ടെട്രാഹൈഡ്രലാണ്, പക്ഷേ ഇലക്ട്രോൺസ് എല്ലാം പെയർഡാണ്, ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരിക, ഇത് ടെട്രാഹൈഡ്രലാണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇതാണ് സിഒയുടെ കേസിൽ. അപ്പോൾ നമുക്കിത് എന്താണ്, ഇത് ടെട്രാഹൈഡ്രലാണ് കിട്ടി. ഇത് ടെട്രാഹൈഡ്രലാണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു, നേരത്തെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ വരിക, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇതാണ് എന്ത് വരിക, സ്ക്വയർ പ്ലാനാർ വരിക. റെഡിയാണല്ലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ എക്സാമിന് തന്നെ ചോദിച്ച 80ാമത്തെ ചോദ്യമാണ്. NiCO 4 ടൈംസിനെ പറ്റി നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞു. അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണത്തിനാണ് ചോദിച്ചത്. അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, ഡയാമാഗ്നറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൻസർ എന്താ വരിക, അപ്പോൾ ഇതിൻ്റെ ആൻസർ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 0 എന്നുള്ള ഓപ്ഷൻ എ ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇത്ര എളുപ്പമാണ്. നമ്മൾ ഒന്നൊക്കെ പഠിച്ചിരുന്നെങ്കിൽ 2 ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. H2O NH3 CH4 തന്മാത്രകളിൽ പൊതുവായിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. ഇത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഈ 3 മോളിക്കൂൾ നമ്മളെടുത്ത് ഓൾറെഡി സംസാരിച്ചതാണ്. അതിൻ്റെ അകത്ത് ഹൈബ്രിഡൈസേഷൻ 3 സെയിം ആണ് നമ്മൾ പറഞ്ഞതാണ്. ഇനി ബോണ്ട് ആംഗിൾ ശരിയാവില്ല, കാരണം എന്താണ്, ഇതിൻ്റെ മുകളിൽ ലോൺ പെയറുണ്ട്, ഇതിൻ്റെ മുകളിൽ ഒറ്റ ലോൺ പെയറും ഇല്ല, ഇതിൻ്റെ മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ 2 ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറിൻ്റെ എണ്ണം കൂടുമ്പോൾ ഞാൻ പറഞ്ഞു ബോണ്ട് ആംഗിൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ് വരിക. ബോണ്ട് ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരിക, ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓക്സിജൻ ആണ്, നൈട്രജൻ ആണ്, കാർബൺ ആണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താവും, ആ ബോണ്ട് ഉണ്ടാക്കുന്നതിനുള്ള കഴിവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബോണ്ട് ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. ഹൈബ്രിഡൈസേഷൻ സെയിം ആണ് നമ്മൾ പറഞ്ഞു. ഷേപ്പാണ് അടുത്ത് ചോദിച്ചത്. ആകൃതി എന്ന് പറഞ്ഞാൽ ഷേപ്പാണ് ചോദിച്ചത്, ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. ഷേപ്പ് നമുക്കറിയാം വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞു. ഇത് വി ഷേപ്പാണ്, ഇത് പിരമിഡിലാണ്, ഇത് ടെട്രാഹൈഡ്രലാണ്. അപ്പം ഇതുമല്ല, ഓപ്ഷൻ സി ആണ് വരിക. താഴെ പറയുന്നതിൽ sp3D2 ഹൈബ്രിഡൈസേഷനുള്ള തന്മാത്രകളുടെ എണ്ണമാണ്. കുറേ തന്മാത്രകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഏതെണ്ണത്തിലാണ് sp3D2 ഹൈബ്രിഡൈസേഷൻ ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.